കുളത്തിൽ ആ പെണ്ണ് മരിച്ചു കിടക്കുന്ന സീനുണ്ടല്ലോ, അതിപ്പോഴും കണ്ണൊന്നും പോയിട്ടില്ല. ബോഡി മൊത്തം മീൻ തിന്നായിരുന്നു അല്ലേ? ആ പിന്നെ പോലീസുകാർ വന്നിട്ടേ ബോഡി കൊണ്ട് മറിച്ചിട്ടപ്പോഴേ മുഖമൊക്കെ മൊത്തം അങ്ങോട്ട് പോയായിരുന്നു. അത് പിന്നെ കേസൊന്നും ഉണ്ടായല്ലോ. എന്ത് കേസ്? കാര്യസ്ഥന് ചെക്കണ പെണ്ണായിട്ട് എന്തൊരു കളി ഉണ്ടായിരുന്നു അല്ലേ? ഇന്നൊക്കെ ഒന്ന് പറഞ്ഞിരുന്നു, പിന്നെ അതിന്റെ കൂട്ടമൊന്നും ഉണ്ടായിട്ടില്ല. അയാൾ ശരിക്കും എവിടെയുള്ള? ആര്? കാര്യസ്ഥനോ? ആ, അയാള് തെക്കനല്ലേ, ആലപ്പുഴ എവിടെയാണ്. അയാളുടെ അച്ഛനായിരുന്നു ഇവിടുത്തെ മെയിൻ ആള്. അയാള് മരിച്ചതിന് ശേഷം പിന്നെ ഇയാളാണ് എല്ലാം നോക്കി നടത്തുന്നത്. ഇപ്പൊ വരാൻ പോണത് ആരാ? കൽക്കത്തയിലൊരു വിജയൻ നായരുണ്ട്, അയാളുടെ മകനാ. അയാളൊക്കെ അവിടെ വമ്പൻ സെറ്റപ്പല്ലേ. പിന്നെ ഇപ്പൊ എന്തിനാ അയാളെ മകൻ ഇങ്ങോട്ട് വരുന്നത്? ആ വീടേ കാണും പോലല്ല, പണ്ടത്തെ കുറെ ആളുകളുടെ സമ്പാദ്യങ്ങളുണ്ട് അവിടെ, സ്വർണ്ണോ അങ്ങനെ എന്തൊക്കെയോ. ഓ അതെയല്ലേ. കൃഷിയൊന്നും അത്ര മെച്ചല്ലെന്ന്. ഒന്നാമത് പണിക്കാരെ കിട്ടാനില്ല, പിന്നെ ഈ പന്നിയോളും ഉണ്ട്. അത് പറഞ്ഞപ്പോഴാ ഓർത്ത്, രാത്രി പുറത്തേക്കൊന്നും ഇറങ്ങണ്ട, ഇവിടെ ഭയങ്കര പന്നിയുള്ള ശല്യ. ഞാൻ 12 വയസ്സുള്ളപ്പോ പോയതാ ഇവിടുന്ന്. ഓർമ്മണ്ട്, എനിക്കൊന്ന് 20 വയസ്സോ മറ്റോ ആണ്. മോന്റെ അച്ഛന് കൽക്കത്തയിൽ ജോലി കിട്ടിയപ്പോ മുത്തശ്ശിയെയും മുത്തശ്ശനെയും എന്നെ ഏൽപ്പിച്ചിട്ടാണ് അച്ഛൻ നിങ്ങളെയും കൂട്ടി പോണത്. വയസ്സാവണത് വരെ മോന്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയും എന്റെ സ്വന്തം അച്ഛനും അമ്മയെയും പോലെ നോക്കി വളർത്തിയത്. എന്റെ ഈ മടിയിൽ കടന്നാ അവര് മരിക്കണത്. ഒക്കെ ഒന്ന് നോക്കി കണ്ടോളൂ. പിന്നെ ഇടതുഭാഗത്തെ മുറി തുറക്കണ്ട, അതിൽ കുറെ പഴയ സാധനങ്ങളാ. ഞാൻ മോളിക്ക് കയറിയിട്ടേ കുറെ കാലായി. എന്താണെന്നറിയില്ല, ഓണിയുടെ മോളത്തെ പടിയിൽ കാല് വെക്കുമ്പോഴേ കാലൊരു പറയല. എന്നാ ശരി. ഹലോ, ആ മീര, ഞാനിപ്പോ ഇവിടെ എത്തിയുള്ളൂ. ഏയ് ഇല്ല, കുഴപ്പമൊന്നുമില്ല, സുഖമായിരിക്കും. ആ ഞാനേ ഒന്ന് ഫ്രഷ് ആയിട്ട് വിളിക്കാം. അതേ ഭക്ഷണം ബുദ്ധിമുട്ടായി എന്നറിയാം, നാളെ മുതൽ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം. അത് വേണ്ട. അത് ഈ പുറത്തുനിന്നുള്ള ഭക്ഷണമൊന്നും കഴിക്കണ്ട. നാട്ടും പുറാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ആഹാരം ഒന്നും കഴിക്കാൻ പറ്റില്ല നീ. നാ കഴിച്ചിട്ട് കടന്നോളൂ. ഓ പിന്നെ പാത്രം അവിടെ വെച്ചാൽ മതി കേട്ടോ. ഓ ശരി. അതെ, എത്ര ദിവസം ഉണ്ടാവും? ഏയ് ഒന്നും തീരുമാനിച്ചിട്ടില്ല. എന്നാലും പലചരക്ക് സാധനമൊക്കെ മൊത്തം വരുത്താന്ന് വിചാരിച്ചിട്ടാ. ഒരു 2 ആഴ്ച, പിന്നെ സൗകര്യം പോലെ. ആ എന്നാ ശരി. ആ ഓനൊന്നുകൊണ്ട് പേടിക്കണ്ട, ഇതൊക്കെ നമുക്ക് അവകാശപ്പെട്ട തന്നെ. ഇപ്പൊ കയറി വന്നവന്റെ കാര്യത്തിലേ ഞാനൊരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ആരും ഇടപെടണ്ട. ഇനി അഥവാ എനിക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒക്കെ പോയി എന്നാണ് കരുതുക.
വെച്ചാ മതി എന്ന് പറഞ്ഞതല്ലേ? പാത്രം അവിടെ വെച്ചാ മതിയായിരുന്നല്ലോ. ഇവിടെ തന്നേക്കും. ഉറക്കൊക്കെ സുഖമായാലോ അല്ലേ? ആ സുഖായി. ഇവിടെ കുളിമുറിന്ന് കുളിച്ചാ മതി. കുളത്തിലൊന്നും ആരും ഇപ്പൊ അങ്ങനെ കുളിക്കാറില്ല. അയ്യോ ഏട്ടാ, ഇവിടെ വന്ന തന്നെ കുളത്തിലൊന്ന് കുളിക്കാൻ വേണ്ടിട്ടാ. എത്ര വർഷമായി കുളത്തിലൊന്ന് കുളിച്ചിട്ട്. അധികാരം സഹായിച്ചു തുടങ്ങിയോ? നാലഞ്ചു വർഷം മുമ്പ് ഈ കുളത്തില് ഒരു പെണ്ണ് ചാടി ചാവുണ്ടായി. ഒന്നിട്ടതാന്നൊക്കെ ആൾക്കാർ പറഞ്ഞായിരുന്നു. രാവിലെ ഞാൻ നോക്കുമ്പോഴേ കമിഴ്ന്ന് കിടക്കണു, ശരീരമൊക്കെ തടിച്ചു വീർത്തിട്ട്. അതിനുശേഷം പിന്നെ ഇതിലാരും കുളിച്ചിട്ടില്ല. ഹീ ലുക്സ് വെരി റൂഡ് ആൻഡ് റഫ്. എനിക്ക് 12 വയസ്സുള്ളപ്പോൾ കണ്ടതാ ഞാൻ അയാളെ. അന്ന് അയാളുടെ അച്ഛനായിരുന്നു ഇവിടുത്തെ കാര്യസ്ഥൻ. ഇന്നലത്തെ ആ ഫോൺ വിളി, ഐ ഫെൽ സംതിങ് റോങ്. അതേ ആ ഞാൻ വിളിക്കാട്ടോ. അതെ, ഭക്ഷണമായിട്ടുണ്ട്, കഴിച്ചോളൂ. ആ. എനിക്ക് അങ്ങാടി വരെ ഒന്ന് പോകണം. പുറത്തേക്കാണെങ്കിൽ ഞാനും ഉണ്ടായിരുന്നു. അത് വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരും.
ഏയ് ആരാ? ഞാൻ ഇവിടുത്തെ ആളെന്നെ, ഇവിടുത്തെ വിജയൻ നായരുടെ മകൻ. ഏത്? ആ കൊൽക്കത്തയിലുള്ളതോ? ആ അതെ, കൊൽക്കത്തയിലുള്ള. നിങ്ങളിവിടെ ഒറ്റയ്ക്കാണോ വന്ന്? ആ അതെ, ഇനി ഇവിടെ സ്ഥിരതാമസാക്കിയാലോ എന്ന് വിചാരിക്കുക. എവിടെ? ഇവിടെ ഇപ്പൊ പോയ ആളില്ലേ? അയാളെ കുറിച്ച് വല്ലതും നിങ്ങൾക്ക് അറിയോ? ആ ഞാനൊരാളെ കാണാൻ വേണ്ടി നിൽക്കായിരുന്നു, ഇയാളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. ഇയാളെങ്ങനെ ആള്? ഇവിടെ മുത്തശ്ശല്ലേ? അയാൾ മരിച്ചതല്ല, കൊന്നതാ അയാള്. കോണിപ്പട്ട മോളിന്നേ ഉന്തി തള്ളിയിട്ടിട്ട്. പറ്റെങ്കിൽ നിങ്ങള് ഇന്നെ ഇവിടുന്ന് വിട്ടോളിൻ. ദുഷ്ടനായാള്, ഒന്നിനും പഠിക്കില്ല. ഇവിടെ പൂർവ്വര് സമ്പാദിച്ച സ്വത്തൊക്കെ ഭൂതനിധി കാക്കും പോലെ സൂക്ഷിച്ചിരിക്കുക ഇവിടെ. അല്ല, നിങ്ങളുടെ പേരെന്താ? അതിപ്പോ നിങ്ങളൊന്നും അറിയണ്ട, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല. അതേ, ആ മുറി തുറക്കണ്ടെന്നല്ലേ പറഞ്ഞത്? നീ എന്താ അവിടെ ചെയ്യണത്? പറഞ്ഞത് കേട്ടില്ലേ? ആഴത്തേക്ക് ഇറങ്ങി വരാൻ. എന്താണ് നീ അവിടെ ചെയ്യണത്? എന്നെ നീ ശരിക്കും അറിയില്ല. നിന്റെ മുത്തച്ഛനെ വകവരുത്തിയാണോടാ ഞാൻ. ഇവിടെ ഇറങ്ങി വേണം, ഇറങ്ങി വരാനാ പറഞ്ഞത്. ഇവനെ ഞാനിന്ന് ഒരു സാധനം വെച്ചോടത്ത് കാണില്ല. ആ അവനെ ഞാനിന്ന് ഇന്ന ഞാനിന്ന് അറിയില്ല. അയ്യോ, അയ്യോ. ആ മീര, ഞാനിവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ. ട്രെയിനിൽ കയറിയിട്ട് വിളിക്കാട്ടോ. ഓക്കെ.